നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്പോയിലർ വായിച്ചപ്പോൾ അതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ സാഞ്ചി കില്ലിംഗ്ഹാമിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കില്ലിംഗ്ഹാമിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ് നമ്മുടെ സാഞ്ചിക്ക് കോങ്കർ ഹാക്കി എവൈക്കണായോ ഇല്ലയോ എന്ന്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാലഞ്ചിൻ്റെ 17th ഡേ ആണ് ഇന്ന്. നമ്മുടെ ചാലഞ്ച് തുടങ്ങുമ്പോൾ ഇത്രയായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് 10K അടിക്കണമെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി വേണം. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിക്കുള്ള സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് 10K അടിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നത് നേരിട്ട് നമുക്കറിയാം വരാൻ പോകുന്ന ചാപ്റ്ററിൽ നമ്മുടെ സാഞ്ചി കില്ലിംഗ്ഹാമിന് നല്ല രീതിക്കുള്ള ഡാമേജ് വരുത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കില്ലിംഗ്ഹാമിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നും അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ അതിനർത്ഥം നമ്മുടെ സാഞ്ചി കോങ്കർ ഹാക്കി അവേക്കൻ ചെയ്തു എന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗബാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോങ്കർ ഹാക്കി ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ ഹോളി നൈറ്റ്സിനും അതുപോലെ തന്നെ 5 എൽഡേഴ്സിനും ഒക്കെ പെർമനൻറ്റ് ഡാമേജ് കൊടുക്കാൻ പറ്റുമെന്ന്. സോ അതിനർത്ഥം നമ്മുടെ സാഞ്ചിക്ക് ഈ പവർ കിട്ടി എന്നാണ്. ഇവിടെ ഇപ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്ന് നമ്മുടെ സാഞ്ചി കോങ്കർ ഹാക്കി അവേക്കൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സാഞ്ചി കോങ്കർ ഹാക്കിക്ക് പകരം തൻ്റെ ജനറ്റിക് കാരണം സാഞ്ചിയുടെ ഫ്ലെയിംസ് വെച്ച് സാഞ്ചിക്ക് എന്ത് വേണമെങ്കിലും ബേൺ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഹോളി നൈറ്റ്സിൻ്റെ റീജനറേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ ഇങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ സാഞ്ചി ഒരു പക്ഷേ കോങ്കർ ഹാക്കിക്ക് പവരോ ഒരു ബ്ലാക്ക് ഫ്ലെയിം അൺലോക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്കറിയാം സാഞ്ചിയുടെ പേര് തന്നെ ബ്ലാക്കിലേക്ക് സാഞ്ചി എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.